ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു റീഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വാട്ടർമെലൺ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതിലെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വാട്ടർമെലൺ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിലെ കുരുവൊക്കെ മാക്സിമം ഒന്ന് കളഞ്ഞെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. മിൽക്ക് മെയ്ഡിന് പകരം പഞ്ചസാരയാണെന്നുണ്ടെങ്കിലും അതും നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു തവി കൊണ്ട് ഇത് ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. പിന്നെ ഈ തണ്ണിമത്തനൊക്കെ കുറച്ചൊന്ന് ഉടഞ്ഞും കിട്ടും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം കസ്കസും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ സാധാരണ പാലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് ചേർത്താൽ മതി. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പാലാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് മധുരമുണ്ട്, അതുപോലെ തന്നെ വാനില ഫ്ലേവറും ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ മധുരം ചേർക്കുമ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ പാല് നമ്മൾ തണുപ്പിച്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഐസ് ക്യൂബ്സ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ പാല് തണുപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാട്ടർമെലൺ കൊണ്ടുള്ള നമ്മുടെ ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ എന്തായാലും തണുപ്പ് വേണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ പാല് ഒന്നെങ്കിൽ തണുപ്പിച്ച് ചേർക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇപ്പോൾ ചൂടുകാലമൊക്കെ ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും തന്നെ തണ്ണിമത്തനൊക്കെ വീട്ടിൽ വാങ്ങാറുള്ളതാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്